Hello, hi, and welcome to Dania's classes. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 26-ത്തെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. 5 പ്രോബ്ലംസ് ആണ് ഈ എക്സസൈസിലുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനേക്കാൾ മുന്നേ നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണ്, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സമപാർശ്വ ത്രികോണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്കൊന്ന് റിക്കലക്ട് ചെയ്യാം. എന്താണ് ഈ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ? ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ സമഭുജ ത്രികോണം എന്നും പറയും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ സമപാർശ്വ ത്രികോണം എന്നും 3 വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ സമഭുജ ത്രികോണം എന്നും പറയും. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഇതില് നമുക്കിത് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്ന് പറയാണ്. ഇപ്പൊ പാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ എന്തായിരിക്കും? അത് തുല്യമായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഇതിൽ വരുമ്പോൾ, നമ്മുടെ ഈ തുല്യ ത്രികോണങ്ങളിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. അത് നമ്മുടെ ഈ തുല്യ ത്രികോണത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ്. സമപാർശ്വ ത്രികോണങ്ങളുടെ പാദകോണുകൾ തുല്യമായിരിക്കുമെന്ന് ആദ്യമേ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ തുല്യ ത്രികോണത്തിന്റെ പറയുമ്പോൾ തുല്യവശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. നേരെ തിരിച്ചും നമുക്ക് പറയാം, തുല്യ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ എക്സസൈസിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോബ്ലംസ് ഫുള്ള് കിടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? അപ്പൊ ആദ്യത്തെ പ്രോബ്ലം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം തന്നെ ഒന്ന് വായിക്കാം, എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്നത്, അതായത് പേജ് നമ്പർ 26 കേട്ടാ, പേജ് നമ്പർ 26 ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കണം. എനിക്കിവിടെ ഇത് ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് സ്ഥലമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിലൊന്നും മാർക്ക് കളയേ ചെയ്യരുത്. ഇതൊക്കെ മാർക്കൊക്കെ ഫുൾ മാർക്ക് മേടിക്കേണ്ട പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. സ്റ്റാർട്ട് ചെയ്യാം. ചുവടെ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഓരോന്നിനും ഒരു കോൺ എഴുതിയിട്ടുണ്ട്. മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 4 ത്രികോണങ്ങളുള്ളത് സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺ തന്നിട്ടുണ്ട്, ഒരു കോണിന്റെ അളവ് തന്നിട്ടുണ്ട്, മറ്റു കോണിന്റെ അളവുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഫിഗർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കണം അത് ഏത് സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യമായതിനെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഈ ത്രികോണം വരച്ചത് നോക്കരുത്. നിങ്ങളുടെ ശരിക്കും ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെയാണ് ഈക്വൽ സൈഡ് തുല്യവശങ്ങൾ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ 2 വശങ്ങളാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുക. അല്ല സോറി, ഈ 2 വശങ്ങളല്ല. നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഈ 2 വശങ്ങളാണ് തുല്യമെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഞാൻ വരച്ചത് എങ്ങനെയാണോ എന്ന് നോക്കണ്ട. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏത് 2 വശങ്ങളാണ് തുല്യമെന്നുള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കുമ്പോൾ ഈ 2 വശങ്ങളാണ് നമുക്ക് തുല്യമെന്ന് കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായി? ഈ 2 വശങ്ങളാണ് തുല്യമെങ്കിൽ അതിന് എതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായി കൊടുക്കുന്നത്. അപ്പൊ ഈ കോണും, ഇപ്പൊ ഞാൻ ഇതിനെ ABC എന്ന് എഴുതിയെന്ന് വെച്ചിരിക്കും. ABC എന്ന് പേരിട്ടു. കാരണം നമുക്ക് എളുപ്പമായിട്ട് അത് പറയേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ആംഗിൾ A ഈക്വൽ ടു എത്രയാണ് ഡിഗ്രി തന്നിരിക്കുന്നത്? 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആംഗിൾ B എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ സമമാണെങ്കിൽ അതിന് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും.
ഓക്കെ. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇനി ആംഗിൾ സി എത്രയെന്ന് കണ്ടുപിടിച്ചൂടെ? വളരെ എളുപ്പമല്ലേ കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെയാണ് ആംഗിൾ സി കണ്ടുപിടിക്കുക? ആംഗിൾ എയും കോൺ എയും കോൺ ബിയും കോൺ സിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? കോൺ എ കോൺ ബി കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടണം. എയും ബിയും 30 ഡിഗ്രി വീതമാണ്. 30 + 30 ഓക്കെ പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ സി ഈക്വൽ ടു ഈ 30 + 30 60നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ 180 - 60 അതായത് എത്രയാണ്? 20 ഡിഗ്രി. അപ്പൊ കോൺ സി എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ് വരുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പൊ ഇത് ക്ലിയർ ആയില്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ രണ്ട് സൈഡുകളാണ് തുല്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലാവും. ഈ രണ്ട് സൈഡുകൾ ഇതിനെ നമ്മൾ PQR എന്ന് പേരിട്ടു എന്ന് വിചാരിക്കൂ. ഈ രണ്ട് വശങ്ങളാണ് തുല്യമെങ്കിൽ ഇതിന്റെ എതിരെ വരുന്ന കോണുകളായിരിക്കും തുല്യം അല്ലെ? അപ്പൊ ഒരു കോൺ എത്രയാണ് തന്നിരിക്കുന്നത്? 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ മറ്റു രണ്ട് കോണുകൾ എത്രയായിരിക്കും? അപ്പൊ ആംഗിൾ കോൺ പി പ്ലസ് കോൺ ക്യൂ പ്ലസ് കോൺ ആർ ഈക്വൽ ടു എത്രയാണ്? 40 ഡിഗ്രിയാണ് അല്ലെ? ഈ കോൺ ബിയും കോൺ ക്യൂവും തുല്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് തുല്യമായ വശം കൊണ്ട് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പൊ കോൺ പി പ്ലസ് കോൺ ക്യൂന് വരെ ഞാൻ എന്ത് എഴുതി? കോൺ പി തന്നെ എഴുതി. പ്ലസ് കോൺ ആർ എത്രയാണ്? 40 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ? അപ്പൊ 180 കോൺ പി പ്ലസ് കോൺ പി അതായത് 2 കോൺ പി ഈക്വൽ ടു 180 - 40 140 ഡിഗ്രി. കോൺ പി ഈക്വൽ ടു 140/2 ഈക്വൽ ടു 70 ഡിഗ്രി. കോൺ പി 70 ഡിഗ്രി ആണെങ്കിൽ കോൺ ക്യൂ എന്തായിരിക്കും? അതേ തന്നെയായിരിക്കും. അപ്പൊ 70 ഡിഗ്രി കിട്ടിയില്ലേ? വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്യാനായിട്ട്? അടുത്തത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 20 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ രണ്ട് സൈഡുകളാണ് തുല്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന് നമ്മൾ LMN എന്ന് പേരിടാം. ഓക്കെ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ 20 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എത്രയുടെ ആയിരിക്കും? ആംഗിൾ എമ്മും കോൺ എം ഞാൻ ഇവിടെ എഴുതാം. കോൺ എം പ്ലസ് കോൺ എൻ. കോൺ എമ്മും പ്ലസ് കോൺ എന്നും കൂടിയിട്ട് എത്രയുണ്ടായിരിക്കും? അതായത് എല്ലാ കോണുകളും കൂടി കൂട്ടുമ്പോൾ 180 വേണം. അതിൽ നിന്ന് 20 കുറച്ചാൽ കോൺ എമ്മും കോൺ എന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 160 ഡിഗ്രി കിട്ടും. കോൺ എമ്മും കോൺ എന്നും തുല്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പൊ കോൺ എം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 160/2 ഈക്വൽ ടു 80 ഡിഗ്രി. കോൺ എൻ ഈക്വൽ ടു 160/2 ഈക്വൽ ടു 80 ഡിഗ്രി. കാണുന്നില്ല അല്ലെ? അപ്പൊ കോൺ എൻ ഈക്വൽ ടു 80 ഡിഗ്രി. രണ്ടും എമ്മും എന്നും 80 ഡിഗ്രി തന്നെ. ഓക്കെ, ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് നമുക്ക് XY Z എന്ന് പേര് കൊടുക്കാം. XY and Z എന്ന് പേര് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതും ഇതുമാണ് സെയിം ആയിട്ടുള്ളത് എന്നറിയാം. ഞാൻ ചിത്രം വരച്ചത് നോക്കരുത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എക്സും വൈയും ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് വശങ്ങളാണ് തുല്യമെങ്കിൽ അതിന് എതിരെ വരുന്ന കോണുകളായിരിക്കും തുല്യം. ഓക്കെ, അപ്പൊ കോൺ എക്സ് എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെങ്കിൽ കോൺ വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഡിഗ്രി അല്ല തന്നിരിക്കുന്നത്. ഞാൻ വരച്ചത് കാണുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ഈ ഫിഗർ ഒന്ന് കറക്റ്റ് ആയിട്ട് വരയ്ക്കാം കേട്ടോ. നൂറ് ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയാണ് 100 ഡിഗ്രി വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ ശരിക്കുള്ള എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിലത്തെ പിക്ചർ കാണുമ്പോൾ ഇതും ഈ സൈഡും ആണ് തുല്യമായി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ XY Z എന്ന് കൊടുത്തു.
അപ്പം ഇവിടെ 100 ഡിഗ്രിയാണ്. ഈ രണ്ട് വശങ്ങളാണ് തുല്യം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ എതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. അതായത് കോൺ സെഡും അതുപോലെ തന്നെ കോൺ വൈയും എന്തായിരിക്കും? തുല്യമായിരിക്കും. കോൺ സെഡ് ഈക്വൽ ടു കോൺ വൈ ആയിരിക്കും. ഓക്കെ, അപ്പം എത്ര ഡിഗ്രി ഉണ്ടാവും? ഇവിടെ 100 ഡിഗ്രിയാണ്. അപ്പം ബാക്കിയുള്ളത് 180 നിന്ന് 100 മൈനസ് ചെയ്താൽ 180 ഡിഗ്രിയാണ് എല്ലാം കൂടി വേണ്ടത്. അതിൽ നിന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 80/2 ഈക്വൽ ടു 40 ഡിഗ്രി. കോൺ വൈ ഈക്വൽ ടു ഇത് തന്നെ 40 ഡിഗ്രി. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഈസി അല്ലേ ഇത് കിട്ടാനായിട്ട്? അതാണ് ഞാൻ ഇതൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതിയാൽ മതി. അത് അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളേ അല്ല. ഓക്കെ, അതായത് സെയിം തുല്യ വശങ്ങൾ ഏതാണെന്ന് നമുക്ക് ആ ഇത് കണ്ടുകഴിഞ്ഞാൽ, ഞാൻ ഈ വരച്ചിരിക്കുന്നത് നോക്കരുത്, നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ ശരിക്കും മനസ്സിലാവും അത് ഏതാണ് തുല്യ വശങ്ങൾ എന്ന്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് ചിത്രത്തിൽ ശരിക്കും അവർ പറയും. അപ്പോൾ ഇതിലാകെ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും, അല്ലെങ്കിൽ തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. 2, 3 ഏകദേശം ഒരേ പാറ്റേൺ ആണ് വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റീഡ് ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റ് രണ്ട് കോണുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, അതൊരു രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിനെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് 120 ഡിഗ്രിയാണ്. അപ്പൊ കുറച്ച് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. 120 ഡിഗ്രി കുറച്ച് ഇങ്ങനെ വന്നു, പിന്നെ കുറച്ച് ഇങ്ങനെയും വന്നു. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും 120 അല്ലേ? ഇത് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുമ്പോൾ അത് 90 ഡിഗ്രി എന്ന് പറയും. 120 നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ XYZ എന്ന് കൊടുത്തു. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. മറ്റ് രണ്ട് കോണുകൾ എത്രയാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് അറിയില്ല, നമ്മൾ ചിത്രം വരയ്ക്കുകയാണ് ചെയ്തത്. നമുക്കറിയില്ല ഇതിൽ ഏതൊക്കെ സൈഡുകളാണ്, ഏതൊക്കെ വശങ്ങളാണ് തുല്യമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ ഈ 3 കോണുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പം ഈ 120 ഡിഗ്രി തന്നെയാണ് ഇവിടെ ഒരു 120 ഡിഗ്രി എന്ന് വന്നാൽ അപ്പം തന്നെ നമുക്കറിയാം. ഇപ്പം എന്തറിയാൻ പറ്റും? രണ്ട് കോണുകൾ 120 ആയ 240 ഡിഗ്രി ആയി. അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് എന്ത് വരുന്നില്ല? നമ്മുടെ ഒരു ത്രികോണത്തില് 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഈ കോണും തുല്യമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇപ്പം 120 ഡിഗ്രി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നോക്കാം, ഈ ഇതുപോലെ തന്നെ 120 ഇവിടെ വന്നൂടെ? നമ്മളാണല്ലോ ചിത്രം വരയ്ക്കുന്നത്, അവർ തരുന്നില്ലല്ലോ. അപ്പം ഇത് ഇവിടെ ഒരു 120 കൂടി വന്നൂടെ എന്ന് ചിന്തിക്കാം. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം. 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 പാടുള്ളൂ. പിന്നെ ഒരു 120 ഒരു ത്രികോണത്തിന് വരില്ല. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഈ കോണാണ് നമുക്ക് അത് സമതുല്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ കോണാണ് തുല്യമെങ്കിൽ ഈ സൈഡായിരിക്കും തുല്യമായിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇത് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? മറ്റു രണ്ട് കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു രണ്ട് കോണുകൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വൈയും സെഡുമാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ കോൺ എക്സ് പ്ലസ് കോൺ വൈ പ്ലസ് കോൺ സെഡ് ഈക്വൽ ടു 3 കോണുകളും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി വേണം. കോൺ എക്സ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇവിടെ കോൺ വൈ ഈക്വൽ ടു എന്താണ്? കോൺ സെഡ് ആണ്. എന്താണ്? തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കോൺ വൈ പ്ലസ് കോൺ സെഡിന് പകരം കോൺ വൈ തന്നെ എഴുതാം. ഈക്വൽ ടു 180 ഡിഗ്രി. 120 ഡിഗ്രി പ്ലസ് 2 കോൺ വൈ ഈക്വൽ ടു 180 ഡിഗ്രി. 2 കോൺ വൈ ഈക്വൽ ടു 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കോൺ വൈ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 60/2 ഈക്വൽ ടു 30 ഡിഗ്രി.
അതുപോലെ തന്നെ കോൺ സെഡ് ഈക്വൽ ടു 30 ഡിഗ്രി. കോൺ വൈ 30 ഡിഗ്രി ആണെങ്കിൽ കോൺ സെഡും എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഈസി അല്ലേ ക്വസ്റ്റ്യൻ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ നമുക്ക്? അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇതേപോലത്തെ തന്നെയാണ് ഇനി അടുത്ത പ്രോബ്ലവും നമുക്ക് വരുന്നത് കേട്ടോ. നമുക്കപ്പോൾ നോക്കാം അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അതിന്റെ മറ്റ് രണ്ട് കോണുകൾ ഏതൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമായതിനെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയാ. 90 ഡിഗ്രിയാണ് അതിന്റെ ഇത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് 90 ഡിഗ്രി നമ്മൾ ശരിക്കും വരച്ച് 90 ഡിഗ്രി. അതിന്റെ അപ്പൊ രണ്ട് വശങ്ങൾ ഇത് നമ്മൾ ഒന്നും കൂടി ആലോചിക്കുകയാണ്. നമുക്കറിയില്ല ശരിക്കും ഏത് വശങ്ങളാണ് തുല്യമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പൊ ഒരു 90 ഡിഗ്രി കൂടി ഇവിടെ വന്നു എന്ന് വിചാരിക്കും. ഒരു 90 ഡിഗ്രി കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ 180 പിന്നെ ഇവിടെ ഒരു കോണ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും മറ്റ് രണ്ട് കോണുകളാണ് തുല്യമായത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വശങ്ങളാണ് തുല്യം. ഇതിന് നമ്മൾ ABC എന്ന് കൊടുത്തു. ഇനി നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെ ചെയ്തിട്ടോ. ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ. എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ A എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കോൺ B ഈക്വൽ ടു കോൺ C. അത് കാരണം തീർച്ചയായിട്ടും എഴുതാം. തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇനി പ്ലസ് കോൺ B പ്ലസ് കോൺ Cക്ക് പകരം കോൺ B എന്ന് നമ്മൾ എഴുതി. കണ്ടോ, ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതല്ലേ. ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് കോൺ B പ്ലസ് കോൺ B 2 കോൺ B ഈക്വൽ ടു 90 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ്, അപ്പൊ 90 ഡിഗ്രി. കോൺ B ഈക്വൽ ടു 90/2 ഈക്വൽ ടു 45 ഡിഗ്രി. അതുപോലെ തന്നെ കോൺ C ഈക്വൽ ടു 45 ഡിഗ്രി. കിട്ടിയില്ലേ? ഇത്രയല്ലേ ഉള്ളൂ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിന് നമ്മുടെ അടുത്ത് എന്താണ് പറയുന്നത്? നാലാമത്തെ പ്രോബ്ലം ട്ടോ. നാലാമത്തെ പ്രോബ്ലത്തിൽ നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും AB എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓക്കെ, അപ്പൊ ഒരു ചിത്രം തന്നിട്ടുണ്ട്. നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. O എന്ന് പറയുന്നത് ഇതിന്റെ കേന്ദ്ര ബിന്ദുവാണ്, വൃത്ത കേന്ദ്രമാണ്, ഈ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. AB എന്നിവ വൃത്തത്തിന്റെ ബിന്ദുക്കളാണ്. AB എന്ന് പറയുന്നത് വൃത്തത്തിലെ ഓരോ ബിന്ദുവാണ്. പിന്നെ നമുക്ക് ശരിക്കും ആ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് O എന്ന് പറഞ്ഞു. ഈ ഇതിന്റെ ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഗ്രി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. കോൺ എയും കോൺ ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വളരെ സിമ്പിൾ അല്ല ഇത് ചെയ്യാനായിട്ട്. നമുക്ക് അതൊന്ന് പോയിന്റ് ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം പറയും ഇതിന്റെ ആൻസർ എത്രയാണെന്ന് എൻ്റെ അടുത്ത് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് കോൺ എ O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അല്ലെ. O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ്. അപ്പൊ ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക് ഒരു ലൈൻ അല്ലെ. അപ്പൊ OA എന്ന് പറയുന്നത് എന്താണ്? ഈ ഇതിന്റെ ആരമാണ്. അതുപോലെ തന്നെ ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് ഒരു ഇത്. അപ്പൊ OB എന്ന് പറയുന്നത് എന്താണ്? ഈ വൃത്തത്തിന്റെ ആരമാണ് അല്ലെ. കറക്റ്റ് അല്ലേ പറയുന്നത്? അങ്ങനെയെങ്കിൽ OA ഈക്വൽ ടു OB. കണ്ടോ, OAയും ആരമാണ്, OBയും ആരമാണ്. അങ്ങനെയെങ്കിൽ OA ഈക്വൽ ടു OB. അത് കിട്ടിയല്ലോ. OA ഈക്വൽ ടു OB കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? കോൺ A ഈക്വൽ ടു കോൺ B. എന്തുകൊണ്ടാണ് കോൺ A ഈക്വൽ ടു കോൺ B എന്ന് പറയുന്നത്? കാരണം എന്തുകൊണ്ടാണ്? തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അത് എഴുതണം ട്ടോ ഇവിടെ. തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺ O പ്ലസ് കോൺ A പ്ലസ് കോൺ B ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ A എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. കോൺ A ഈക്വൽ ടു കോൺ B എന്ന് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ കോൺ A പ്ലസ്
കോൺ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കോൺ എ എന്ന് തന്നെ എഴുതാം. ഈക്വൽ ടു 180 ഡിഗ്രി. കറക്റ്റ് അല്ലേ? കോൺ എ പ്ലസ് കോൺ എ, 2 കോൺ എ ഈക്വൽ ടു 180 മൈനസ് 60 എത്രയായിരിക്കും? 120 ഡിഗ്രി അല്ലേ? അപ്പോൾ കോൺ എ ഈക്വൽ ടു 120/2 ഈക്വൽ ടു 60 ഡിഗ്രി. കോൺ എ 60 ഡിഗ്രി ആണെങ്കിൽ കോൺ ബി എത്രയാണ്? കോൺ ബിയും സെയിം തന്നെയാണ് 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, കോൺ എയും കോൺ ബിയും 60 ഡിഗ്രിയാണ്. അപ്പൊ ഇത് സമഭുജ ത്രികോണം കൂടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി നമുക്ക് ഒറ്റൊരു പ്രോബ്ലം കൂടിയാണ് നമുക്ക് ഈ എക്സസൈസിലുള്ളൂ, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സസൈസ് നമ്മുടെ കംപ്ലീറ്റ് ആവായി. ഓക്കെ, ഇനി ഇവിടെ എന്താ ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 27 ഉള്ളത് കേട്ടോ. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രവും ABC എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. അതായത് ഈ ചിത്രത്തില് O എന്ന് പറയുന്നത് വൃത്തകേന്ദ്രവും ABC എന്ന് പറയുന്നത് ഈ ഇതിലെ ഓരോ പോയിന്റുമാണ്, ഓരോ ബിന്ദുക്കൾ, വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. അപ്പൊ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയും വന്നിട്ടുണ്ട്. പിന്നെ വലിയൊരു ത്രികോണമാണ് അവർ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ 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 എന്ന് പറയുന്ന ത്രികോണമാണ് വരച്ചിരിക്കുന്നത്. ABC എന്ന് പറയുന്നതും ഇവിടെ 120 ഡിഗ്രിയും ഇവിടെയും 120 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ത്രികോണം ABCയുടെ കോണുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ത്രികോണം, വലിയ ത്രികോണം ഉണ്ടല്ലോ, ത്രികോണം ABCയുടെ കോണുകൾ, അതായത് കോൺ എ, കോൺ ബി, കോൺ സി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? O എന്നുള്ള ഒരു ബിന്ദുവാണ്, അല്ലെ, ഈ വൃത്ത കേന്ദ്രമാണ്. ഇത് ABC എന്ന് പറയുന്നത് ഈ വൃത്തത്തിലെ ഓരോ ബിന്ദുക്കളാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഓയിൽ നിന്ന് A, ഇത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് A, വൃത്തകേന്ദ്രത്തിൽ നിന്ന് B, വൃത്തകേന്ദ്രത്തിൽ നിന്ന് C. അപ്പോൾ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും തുല്യമാണ്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ആരങ്ങളാണ്. ഈ വൃത്തത്തിന്റെ ആരങ്ങളാണ് OAയും OBയും OCയും. അപ്പൊ അതെല്ലാതും എന്താണ്? തുല്യമാണ്. അപ്പൊ OA തുല്യമാണ്, OB തുല്യമാണ്, OC തുല്യമാണ്. ഇനി നമുക്ക് ഓരോരോ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ, ഇപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ്. അതായത് ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. ആംഗിൾ A എന്ന് പറയുമ്പോൾ ഇതും ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യണം. ഇത് മൊത്തത്തിലുള്ളതാണ് ആംഗിൾ A എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആംഗിൾ B എന്ന് പറയുമ്പോൾ ഇവിടത്തെയും കണ്ടുപിടിക്കണം, ഇവിടത്തെയും കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് കോൺ ബി ആവുന്നത്. ഇതേപോലെ തന്നെ കോൺ സി എന്ന് പറയുമ്പോൾ ഇവിടത്തെയും കണ്ടുപിടിക്കണം, ഇവിടെയും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടി കൂടുന്നതാണ് കോൺ സി എന്നും പറയുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ത്രികോണം, ആദ്യം തന്നെ നമുക്ക് OAB എടുക്കാം. OAB, ത്രികോണം OABയിൽ, ഓക്കെ, ത്രികോണം OABയിൽ കോൺ BOA പ്ലസ് കോൺ OAB പ്ലസ് കോൺ ABO ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? ഇതും കൂടി ചേരുന്നത് 180 ഡിഗ്രിയാണ്. BOA എത്രയാണ് നമുക്കറിയാം, 120 ഡിഗ്രിയാണെന്ന് അറിയാം. OAB എന്ന് പറയുന്നത് എത്രയാണ്? അതും നമുക്കറിയില്ല. ABOയും നമുക്കറിയില്ല. പക്ഷെ ഈ രണ്ട് കോണുകളും എന്താണ്? തുല്യമാണ്. ഈ OABയും ഈ കോണും തുല്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, കോൺ OAB കോൺ ABOക്ക് നമുക്ക് എന്ത് എഴുതാം? ഇതേപോലെ തന്നെ കോൺ OAB എന്ന് എഴുതാം. കാരണം രണ്ടും തുല്യമായതുകൊണ്ട് രണ്ടും ഒരേ ഇതായിട്ട് എഴുതാം, ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി
നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 കോൺ ഒ എ ബി ഈക്വൽ ടു 180 നിന്ന് 120 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 60 ഡിഗ്രി കിട്ടും. കോൺ ഒ എ ബി ഈക്വൽ ടു 60/2 ഈക്വൽ ടു 30 ഡിഗ്രി. അത് therefore കോൺ എ ബി ഒ ഈക്വൽ ടു ഇതേ അളവ് തന്നെ 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയും 30 ഡിഗ്രി എന്ന് കിട്ടി, ഇവിടെയും 30 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇതേപോലെ തന്നെ നമുക്ക് ഈ ത്രികോണത്തിന്റെയും ഓരോ ആംഗിളുകൾ കണ്ടുപിടിക്കാം. ത്രികോണം ഒ എ സിയിൽ ഇനി നമുക്ക് ഓരോ കോണുകൾ വീതം എഴുതാം. ഓക്കെ, ഏതാണ്? കോൺ സി ഒ എ പ്ലസ് കോൺ ഒ എ സി പ്ലസ് കോൺ എ സി ഒ ഈക്വൽ ടു 180 ഡിഗ്രി. സി ഒ എ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. പ്ലസ് കോൺ ഒ എ സി പ്ലസ് കോൺ ഒ എ സിയും എ സി ഒയും ഈ കോണും തുല്യമാണ്. കാരണം എന്താണ്? തുല്യമായ വശങ്ങളുടെ എന്താ പറയുക, എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോൺ എ സി ഒക്ക് പകരം ഒ എ സി എന്ന് തന്നെ എഴുതാം. ഈക്വൽ ടു 120 ഡിഗ്രി. 2 കോൺ ഒ എ സി ഈക്വൽ ടു 180 നിന്ന് 120 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് 60 കിട്ടും. therefore കോൺ ഒ എ സി ഈക്വൽ ടു 60/2 ഈക്വൽ ടു 30 ഡിഗ്രി. therefore കോൺ എ സി ഒ രണ്ടും സമമായ കാരണം കൊണ്ട് കോൺ എ സി ഒ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെയും 30 ഡിഗ്രി കിട്ടി, ഇവിടെയും 30 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ഒരേ ഒരു ത്രികോണത്തിന്റെയും കൂടിയിട്ട് അളവുകൾ കിട്ടിയാൽ മതി. പക്ഷെ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 കോണുകളും നമുക്ക് അറിയില്ല. ഈ കോൺ എത്രയാണെന്ന് അറിയില്ല, ഈ കോൺ എത്രയാണെന്ന് അറിയില്ല, ഇതും എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ആദ്യം തന്നെ നമുക്ക് ഈ കോൺ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം. അപ്പൊ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഓക്കെ, അതിനൊരു ബിന്ദു വരച്ചു. ഈ ബിന്ദുവിനെ ചുറ്റുമുള്ള ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെയാത്? ഇതിന്റെ മുകളിലുള്ള വശം 180 ഡിഗ്രിയും ഇതിന്റെ താഴെ 180 ഡിഗ്രിയും. അപ്പൊ മൊത്തത്തില് 360 ഡിഗ്രി. അതായത് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള എല്ലാ ആംഗിൾസും കൂടി കൂട്ടി കഴിഞ്ഞാൽ, എല്ലാ കോണുകളും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? മൊത്തത്തിലുള്ള ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ചോളൂ. ഇവിടെയും 120 ആണെന്ന് അറിയാം. ബാക്കി അപ്പൊ ഇവിടെ കണ്ടുപിടിക്കല്ലോ വേണ്ടു. അപ്പൊ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാം? കോൺ എ ഒ സി ആദ്യം തന്നെ കോൺ എ ഒ ബി എടുക്കാം. എ ഒ ബി പ്ലസ് കോൺ ബി ഒ സി പ്ലസ് കോൺ സി ഒ എ ഈക്വൽ ടു എ ഒ ബി ബി ഒ സി സി ഒ എ ഈക്വൽ ടു എല്ലാതും കൂടി കഴിഞ്ഞാൽ, ഈ ബിന്ദുവിന് ചുറ്റുമുള്ളത് കൂടി കഴിഞ്ഞാൽ എത്ര കിട്ടണം? 360 ഡിഗ്രി നമുക്ക് കിട്ടണം. എ ഒ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ ബി ഒ സി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. പ്ലസ് ആംഗിൾ സി ഒ എ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഈക്വൽ ടു 360 ഡിഗ്രി. 120 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ 240 ഡിഗ്രിയാണ്. ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 360 മൈനസ് 240 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടി? 120 ഡിഗ്രി തന്നെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അധികം സ്റ്റെപ്പ് എഴുതുന്നില്ല. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 120 ഡിഗ്രി പ്ലസ് ആംഗിൾ, ഇവിടെ 120 ഡിഗ്രി എഴുതി, ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ കോൺ ബി സി ഒ ഈക്വൽ ടു 180 ഡിഗ്രി. ഏത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ ബി ഒ സിയിൽ 120 പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി സി ഒ. അപ്പൊ എങ്ങനെ എഴുതാം? ഇവിടെ ബി സി ഒക്ക് വരെ ഒ ബി സി തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? 120 ഡിഗ്രി പ്ലസ് കോൺ ഒ ബി സി പ്ലസ് കോൺ അഗെയിൻ ഒ ബി സി എന്ന് എഴുതാം. കാരണം ബി സി ഒയും ഒ ബി സിയും തുല്യമായ കാരണം 180 ഡിഗ്രി. 2 കോൺ ഒ ബി സി ഈക്വൽ ടു 180 മൈനസ് 20 അല്ലെ 120, അതായത് 60 ഡിഗ്രി. therefore കോൺ ഒ ബി സി ഈക്വൽ ടു 60 ഡിഗ്രി. അതുപോലെ തന്നെ കോൺ ബി സി ഒ ഈക്വൽ ടു 60.
അല്ല 60 അല്ല, സോറി, അതിൻ്റെ പകുതി 30 ഡിഗ്രി. BCO ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെയും 30 ഡിഗ്രി കിട്ടി, ഇവിടെയും 30 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ മെഷർമെൻറ്റും കിട്ടിയില്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ABC എന്ന ട്രയാങ്കിളിലത്തെ എല്ലാ കോണുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സുഖമായിട്ട് എഴുതിയൂടെ? അപ്പോൾ ത്രികോണം ABC-യിൽ കോൺ A ഈക്വൽ ടു, കോൺ A എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് അല്ലെ? രണ്ടും കൂടി ആഡ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 30 + 30 അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം. കോൺ BAO പ്ലസ് കോൺ CAO ഈക്വൽ ടു 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, 30 + 30 ഈക്വൽ ടു 60 ഡിഗ്രി. ഇതേപോലെ തന്നെ മറ്റുള്ളത് രണ്ടും എഴുതാം. കോൺ B ഈക്വൽ ടു ഏത് കോണാണെന്ന് വെച്ചാൽ അത് എഴുതാം, ഈക്വൽ ടു 60 ഡിഗ്രി. ഇതേപോലെ തന്നെ കോൺ C ഈക്വൽ ടു 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി, അതായത് 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ കോൺ Aയും കോൺ Bയും കോൺ Cയും നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ക്ലാസ് മനസ്സിലായല്ലോ? വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഈ കോണ് കണ്ടുപിടിക്കാനാണ് നമുക്ക് അറിയേണ്ടത്. 120 ഡിഗ്രിയാണ് ഈ കോണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയണം. ഒരു ബിന്ദുവിൻ്റെ ചുറ്റുമുള്ള കോണുകളെല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടണം എന്നുള്ളത് അതറിയണം. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അതേപോലെ തന്നെയാണ്. അപ്പോൾ ഓക്കെ അല്ലോ? ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത എക്സസൈസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.